കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുന്നു. 90 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. സാധാരണ 90 സങ്കീർത്തനം മരണ വീടുകളിലൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സ്തോത്ര പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബലത്തെ, അതിൻ്റെ വ്യാപ്തിയൊക്കെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനോട് ചേർന്ന് മനുഷ്യൻ്റെ ആയുസ് ക്ഷണികമാണ്, മനുഷ്യൻ്റെ പ്രായം, അതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ സ്തോത്രം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. മോശയുടെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണത്തെ പ്രതിയാണ് ഈ സങ്കീർത്തനം, ഈ പാട്ട് മോശ എന്ന ദൈവ മനുഷ്യൻ രചിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഇതിൻ്റെ 12 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. എന്താ വാക്യത്തിന്റെ അർത്ഥം? ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യ ജീവിതം ക്ഷണികമാണ്. രാവിലെ മുളച്ചു വരുന്ന പുല്ല് വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. വളരെ പ്രതീക്ഷയോട് കെട്ടിപ്പൊക്കിയ സ്തോത്ര പ്രതീക്ഷകളും പ്രത്യാശകളും തച്ചുടച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അനേക വയസ്സ് അല്ലെങ്കിൽ 70-80 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന പലരും യൗവനപ്രായത്തിൽ ഇല്ലെങ്കിൽ യൗവന കാലഘട്ടങ്ങളിൽ തന്നെ ഇല്ലെങ്കിൽ ബാല്യപ്രായം മുതൽ ഇങ്ങോട്ട് അപകടങ്ങളിലൂടെ മറ്റു പലവിധ രോഗങ്ങളിലൂടെ ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഓരോ മരണവും നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന ചില സത്യമുണ്ട്. എന്തുവാ? നമ്മളും അതിനോട് അടുക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തോട് കൈമാറുന്നു ചോദിച്ചാൽ, ഇന്ന് ലോകത്തിൽ മനുഷ്യ ജീവിതത്തിനകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അഹങ്കാരം, അല്ലെ? മറ്റുള്ളവർക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത അവസ്ഥ. സ്തോത്രം. ഞാൻ എന്തുവാണ്, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള ചിന്ത പലപ്പോഴും പല മനുഷ്യരുടെ ഇടയിലും വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഭർത്താവിന് കീഴ്പ്പെടാത്ത സ്തോത്രം ഭാര്യ, അല്ലെങ്കിൽ അപ്പനമ്മമാരെ കീഴ്പ്പെടാത്ത മക്കൾ, യജമാനന്മാരെ അനുസരിക്കാത്ത ദാസന്മാർ, ലീഡർഷിപ്പിനെ അനുസരിക്കാത്ത സ്തോത്രം ജനങ്ങൾ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അവരവരുടേതായ അഹംഭാവങ്ങളിലും അവരവരുടേതായ നിഗളപ്രവർത്തികളിലും ഇങ്ങനെ മുന്തി സ്തോത്രം മനുഷ്യജീവിതം ക്ഷണികമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ സ്തോത്രം അങ്ങനെ ഒരു തലത്തിലേക്ക് വഴിമാറുന്ന തലങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് സ്തോത്രം ഞാൻ അഹങ്കാരത്തോടെ ഇന്ന് ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നാളെ എൻ്റെ ആയുസ് എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകിയ കുറച്ച് ആയുസ്, അല്ലേ? കുറച്ച് കാലഘട്ടം, ഒരു 70-80 വയസ്സുള്ള കാലഘട്ടം, അതിൽ 10 വയസ്സ് നമ്മൾ പിന്നെ കഴിഞ്ഞാൽ 80 വയസ്സിൽ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 70 വർഷമാണ്, അല്ലേ? സ്തോത്രം. ഈ 70 വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം കുറെ മാറുന്നുണ്ട്. സ്തോത്രം. അതുപോലെ സ്തോത്രം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലേ? അങ്ങനെയൊക്കെ തിരിയുന്ന ഒരു സ്തോത്രം 20 വയസ്സ് മുതൽ അല്ലെങ്കിൽ 30 വയസ്സ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്തോത്രം 30 കഴിഞ്ഞ പിന്നെ എത്രയാ? 40 വർഷമാണ്. ഈ 40 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ സുപ്രധാനമായ ഒരു കാലമാണ്, അല്ലേ? ഈ കാലഘട്ടം സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച കാലഘട്ടം വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ സ്നേഹിച്ച് മാനിച്ച് സ്തോത്രം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കാതെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്ന തലത്തിലൊക്കെയും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്തോത്രം ഞങ്ങളുടെ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ എന്തുവാ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കും. 2 സ്തോത്രം നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്ക എന്ന് തിരുവചനത്തിൽ പറഞ്ഞു. അതിനകത്ത് 2ാം കൽപ്പന പറയുമ്പോൾ തിരുവചനം വളരെ കൃത്യമായി പറയുന്ന ഒരു ചിന്തയുണ്ട്. എന്തുവാ? അതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് സ്നേഹം എന്ന കൽപ്പനയ്ക്കകത്ത് മുഴുവൻ ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവജനത്തോട് ഞാൻ പറയാം, ഓരോ ദിവസവും നമ്മുടെ നാളുകളെ എണ്ണുക.
ഓരോ ദിവസം നമ്മൾ കഴിഞ്ഞു പോകും തോറും നമ്മുടെ പ്രായം കൂടി വരികയാണ്. അല്ല സ്തോത്രം. ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ നാളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.